ഇരുട്ട് വീണ ഈ നിമിഷത്തിൽ നിങ്ങളുടെ മുറിയിലെ ഏകാന്തതയിൽ ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ഞാൻ പറയാൻ പോകുന്ന കഥയിലെ നായകന്റെ കൂടെ ആരുമുണ്ടായിരുന്നില്ല. ഐ ആം വിപിൻ. വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. ഈ കഥയിലെ നായകന്റെ പേര് അമൽ. ഒരു ഫ്രീലാൻസ് വെബ് ഡിസൈനറാണ് അമൽ. സമയം രാത്രി കൃത്യം 1:15. പുറത്ത് തണുത്ത മഴ ചാറുന്നുണ്ട്. തന്റെ അപ്പാർട്ട്മെന്റിലെ ചെറിയ സ്റ്റഡി റൂമിലിരുന്ന് അമൽ അവസാനത്തെ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് ടേബിൾ ലാമ്പിന്റെ നേരിയ വെളിച്ചത്തിൽ ഹെഡ്ഫോണിൽ ശാന്തമായ സംഗീതവും കേട്ടാണ് അമലിന്റെ ജോലി. ഈ സമയമാണ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമയം. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ അവൻ മാത്രം ഉണർന്നിരിക്കുന്നു. അങ്ങനെ ജോലി ഏകദേശം തീരാറായപ്പോൾ അവൻ തല ഒന്ന് പിന്നോട്ട് ചായച്ച് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്കൊന്ന് നോക്കി. അമലിന്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ അവൻ തുറന്നു വെച്ച വെബ്സൈറ്റിന്റെ ഡിസൈൻ പേജ്. അതിൽ അവൻ തീർത്ത ഒരു ബട്ടൺ, ക്ലിക്ക് ഹിയർ എന്നെഴുതിയ ഒരു സാധാരണ ബട്ടൺ. പെട്ടെന്ന് അമൽ ശ്രദ്ധിച്ചു. ആ ക്ലിക്ക് ഹിയർ എന്ന എഴുത്ത് വളരെ പതിയെ ചലിച്ചു. അതൊരു ഡിസൈൻ പിഴവല്ല, അതൊരു പ്രോഗ്രാമിംഗ് ബഗ്ഗുമല്ല. ആ ബട്ടണിലെ വാക്കുകൾ ഒരു ഞരമ്പ് പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമൽ ഹെഡ്ഫോൺ ഊരി കമ്പ്യൂട്ടറിലേക്ക് കണ്ണെടുക്കാതെ മുറിയിൽ മുഴുവൻ ശ്രദ്ധിച്ചു. ഇല്ല, ഒരു ശബ്ദവുമില്ല. അവൻ കീബോർഡിൽ കൈവച്ചു, മൗസ് അനക്കി, ബട്ടൺ ചലിക്കുന്നത് നിന്നു. അവൻ സ്വയം ആശ്വസിച്ചു. കണ്ണിൽ തോന്നിയതാകാം ഉറക്കമില്ലായ്മ. വീണ്ടും ജോലി തുടർന്നു. 1 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. ഇത്തവണ വെബ് പേജിലല്ല, അവന്റെ മോണിറ്ററിന്റെ വലതുമൂലയിൽ, കമ്പ്യൂട്ടറിന്റെ കറുത്ത പ്ലാസ്റ്റിക് ബോഡിയിൽ വളരെ സൂക്ഷ്മമായി അവൻ ഒരു പ്രതിഫലനം കണ്ടു. അവന്റെ പിറകിൽ അമൽ തിരിഞ്ഞു നോക്കാൻ മടിച്ചു. കാരണം അവൻ കണ്ടത് അവനിരിക്കുന്ന കസേരയുടെ തൊട്ടരികിൽ തറയിൽ വീണു കിടക്കുന്ന അവന്റെ സ്വന്തം നിഴലിന്റെ അരികിലായി മറ്റൊരു നിഴൽ. അവന്റെ നിഴലിനേക്കാൾ കട്ടിയുള്ള വലുപ്പമുള്ള ഒരു നിഴൽ അവന്റെ തൊട്ടടുത്ത് പതിയിരിക്കുന്നത് പോലെ. അവൻ ശ്വാസം അടക്കി പിടിച്ചു. തിരിഞ്ഞു നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന ഭയം അവനെ തളർത്തി. പെട്ടെന്ന് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ അവൻ നേരത്തെ കണ്ട ക്ലിക്ക് ഹിയർ എന്ന ബട്ടണിന്റെ സ്ഥാനത്ത് പുതിയൊരു വാചകം തെളിഞ്ഞു വന്നു. വളരെ വ്യക്തമായി ചുവന്ന അക്ഷരത്തിൽ അവന്റെ മുറിയിലെ ഏക വെളിച്ചത്തിൽ തിളങ്ങി ആ വാക്കുകൾ. അനങ്ങരുത് എന്നതായിരുന്നു ആ വാക്ക്. അമലിന്റെ ഹൃദയമെടുപ്പ് ചെവിയിൽ മുഴങ്ങി. അവൻ അനങ്ങിയില്ല. അവൻ കസേരയിൽ ശില പോലെ ഇരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ എഴുതിയ വാചകം അവനെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്നായി അവന്റെ ചിന്ത. നിഴൽ അവനിലേക്ക് കൂടുതൽ അടുത്തു. അവന്റെ തലയ്ക്ക് പിന്നിൽ ഒരാളുടെ ശ്വാസം അവന്റെ കഴുത്തിൽ തട്ടിയതുപോലെ അവന് തോന്നി. ആ നിമിഷം അവന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. അമൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ഒരു കൈ മാത്രം പതിയെ മൊബൈലിലേക്ക് നീട്ടി. കൈവിരലുകൾ വിറച്ചു. അവൻ മെസ്സേജ് തുറന്നു. അയച്ചയാൾ അജ്ഞാതൻ. മെസ്സേജിലെ വാചകം ഇതായിരുന്നു: നിന്റെ കസേരയുടെ കയ്യിൽ ഞാൻ ഒരു ചെറിയ സമ്മാനം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നീ തിരിഞ്ഞു നോക്കിയാൽ നിന്റെ തലച്ചോറ് അതിനേക്കാൾ വേഗത്തിൽ ചിതറും. അനങ്ങരുത്. അമൽ അറിയാതെ തന്റെ വലത് കൈ കസേരയുടെ കൈപ്പിടിയിലേക്ക് പതിയെ താഴ്ത്തി. വിരലുകൾ തടഞ്ഞത് തണുത്ത ലോഹനിർമ്മിതമായ എന്തോ ഒരിടത്താണ്. ഒരു തരം സ്വിച്ച് പോലെയോ ട്രിഗർ പോലെയോ ഉള്ള ഒരു ഉപകരണം. അവന്റെ തലച്ചോറ് മരവിച്ചു. കമ്പ്യൂട്ടർ സ്ക്രീനിലെ അനങ്ങരുത് എന്ന വാക്ക് ഇപ്പോൾ ഒരു കൽപ്പനയല്ല, അതൊരു മരണ വാറന്റാണ്. അവൻ ആ നിഴലിന്റെ പിടിയിലാണ്. ആ അനങ്ങരുത് എന്ന വാക്കിൽ അവന്റെ ജീവൻ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കണം? മൊബൈൽ ഉപയോഗിച്ച് സഹായം വിളിക്കാൻ ശ്രമിച്ചാൽ? നിഴലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ? അതോ ആ കസേരയിൽ അനങ്ങാതെ വെളിച്ചം വരുന്നത് വരെ ഇരിക്കണോ? അമൽ ചിന്തിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്തതായി അവൻ എന്ത് ചെയ്യണം? ആ നിഴലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ? താഴെ കമന്റായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ കാണാം.